ഗോൾഡ് ലോണുകൾ ഏകീകരിക്കാൻ പുതിയ നടപടികൾ സ്വീകരിക്കാൻ ഒരുങ്ങുകയാണ് RBI. ഗോൾഡ് ലോണുകൾക്ക് ബാങ്കുകൾക്കും ബാങ്കിതര ധനകാര്യ സ്ഥാപനങ്ങൾക്കും ഇനി പൊതുവായ ഏകീകൃത മാനദണ്ഡങ്ങൾ വരും. ഇപ്പോൾ സ്വർണം ഈട് നൽകി ലോൺ എടുക്കുമ്പോൾ വിവിധ ധനകാര്യ സ്ഥാപനങ്ങൾ വ്യത്യസ്തമായ നിബന്ധനകളാണ് ഇടപാടുകാർക്ക് മുന്നിൽ വയ്ക്കുന്നത്. അതുപോലെ പലിശ നിരക്കിലും വ്യത്യാസമുണ്ട്. ബാങ്കുകളേക്കാൾ ഉയർന്ന പലിശ നിരക്കാണ് സ്വർണ്ണപ്പണയ വായ്പാ സ്ഥാപനങ്ങൾ ഈടാക്കുന്നത്. പുതിയ നിർദ്ദേശങ്ങൾ വരുന്നതോടെ ഗോൾഡ് ലോണുകളിൽ മാറ്റങ്ങളുണ്ടാകും. ഗോൾഡ് ലോണുകൾ ഇനി പുതുക്കാനാകില്ലേ? RBI യോഗത്തിലെ പ്രധാന നിർദ്ദേശങ്ങൾ എന്തൊക്കെയാണ്? ഗോൾഡ് ലോൺ വ്യവസ്ഥകൾ RBI മാറ്റം കൊണ്ടുവരുന്നു എന്ന സൂചനകളെ തുടർന്ന് പ്രധാന സ്വർണ്ണപ്പണയ വായ്പാ സ്ഥാപനങ്ങളുടെ ഓഹരികളിലൊക്കെ ഇടിവുണ്ട്. ഗോൾഡ് ലോൺ പുതുക്കുന്നതിലും നിലവിലെ ലോണിൽ നിന്ന് കൂടുതൽ തുക അനുവദിക്കുന്നതിലും നിയന്ത്രണങ്ങൾ ഉണ്ടാകുമോ എന്നതിൽ ഇപ്പോഴും വ്യക്തത വന്നിട്ടില്ല. പകരം നിലവിലെ വ്യവസ്ഥയിൽ കൊണ്ടുവരേണ്ട മാറ്റങ്ങളെക്കുറിച്ച് RBI പൊതുജനങ്ങളിൽ നിന്നും അഭിപ്രായം തേടുന്നുണ്ട്. സ്വർണ്ണാഭരണ വായ്പകൾ ഏകീകരിക്കുന്നതിനുള്ള നിർദ്ദേശങ്ങളാണ് RBI പൊതുജനങ്ങളിൽ നിന്ന് സ്വീകരിക്കുക. എല്ലാ ഗോൾഡ് ലോണുകൾക്കുമായി RBI ഒരേ മാർഗനിർദ്ദേശങ്ങൾ അവതരിപ്പിക്കും. സ്വർണം ഈട് നൽകി വായ്പ എടുക്കുന്ന ഗോൾഡ് ലോൺ വ്യവസ്ഥയിൽ വ്യക്തത കൊണ്ടുവരാനാണ് പുതിയ മാർഗനിർദ്ദേശങ്ങൾ കൊണ്ടുവരുന്നത്. നിലവിൽ സ്വർണ്ണപ്പണയ വായ്പകൾ അനുവദിക്കുന്ന സ്ഥാപനങ്ങൾക്ക് വ്യത്യസ്ത നിയമങ്ങളാണ്. പലിശ നിരക്കിലും ഈ വ്യത്യാസമുണ്ട്. ഇനി സ്വർണം ഈട് നൽകി വായ്പ എടുക്കുന്ന രീതികളിൽ വ്യക്തത കൊണ്ടുവരികയാണ് RBIയുടെ ലക്ഷ്യം. ഗോൾഡ് ലോൺ വിതരണവുമായി ബന്ധപ്പെട്ട് ഈ രംഗത്തുള്ള പൊരുത്തക്കേടുകൾ പരിഹരിക്കാനും പുതിയ RBI നടപടി സഹായകരമാകും. RBI മുന്നോട്ട് വയ്ക്കുന്ന പ്രധാന മാർഗനിർദ്ദേശങ്ങൾ ഒറ്റനോട്ടത്തിൽ: ഗോൾഡ് ബാറുകൾ ഇനി പണയം വയ്ക്കാനാകില്ല. ഇനി ഗോൾഡ് ബാറുകൾ, ബുള്ളിയൻ, എക്സ്ചേഞ്ച് ട്രേഡഡ് ഫണ്ടുകൾ, ഗോൾഡ് മ്യൂച്വൽ ഫണ്ടുകൾ എന്നിവയൊന്നും പണയപ്പെടുത്തി ലോൺ നൽകുന്നത് അനുവദിക്കില്ല. മറ്റെവിടെയെങ്കിലും പണയം വെച്ചിരിക്കുന്ന സ്വർണത്തിന്മേൽ വീണ്ടും വായ്പ നൽകുന്നതും അനുവദിക്കില്ല എന്ന നിർദ്ദേശമുണ്ട്. അതുപോലെ ഗോൾഡ് ലോൺ എടുക്കാൻ ചെല്ലുന്നവർ സ്വർണ്ണാഭരണങ്ങളുടെ അല്ലെങ്കിൽ നാണയങ്ങളുടെ ഉടമസ്ഥാവകാശം തെളിയിക്കുന്ന രേഖകൾ നൽകണമെന്ന നിർദ്ദേശമാണ് മറ്റൊന്ന്. 1 കിലോഗ്രാമിലധികം സ്വർണ്ണാഭരണങ്ങൾ ഈടായി വാങ്ങുവാൻ ധനകാര്യ സ്ഥാപനങ്ങൾക്ക് ആകില്ല. സ്വർണ്ണപ്പണയ വായ്പകൾക്ക് സ്വർണത്തിന്റെ മൂല്യം അനുസരിച്ച് 75% തുകയാണ് നൽകാനാകുക. ധനകാര്യ സ്ഥാപനങ്ങൾ 1 കിലോയിൽ കൂടുതൽ സ്വർണ്ണാഭരണങ്ങൾ ഈടായി വാങ്ങരുത് എന്ന് നിർദ്ദേശിക്കുന്നത് പോലെ തന്നെ വാങ്ങിക്കാനാകുന്ന സ്വർണ്ണ നാണയങ്ങളുടെ അളവിലും പരിമിതിയുണ്ട്. 50 ഗ്രാം സ്വർണ്ണ നാണയങ്ങളാകും ഈടായി വാങ്ങിക്കാനാകുക. ഗോൾഡ് ലോൺ ടോപ്പപ്പ് ചെയ്യുന്നതിനും നിയന്ത്രണങ്ങൾ ബാധകമായേക്കാം. കൃത്യമായി വായ്പ തിരിച്ചടയ്ക്കുന്നവർക്ക് ഈ ആനുകൂല്യം നൽകുന്ന തരത്തിലാണ് ഇപ്പോഴത്തെ നിർദ്ദേശങ്ങൾ. ലോൺ എടുക്കുന്ന ആളുകളുടെ അഭ്യർത്ഥനയുടെയും തിരിച്ചടവിന്റെയും അടിസ്ഥാനത്തിലായിരിക്കും ഇനി ടോപ്പപ്പ് ലോണുകൾ അനുവദിക്കുക. വായ്പകളുടെ ടോപ്പപ്പുകൾ അല്ലെങ്കിൽ വായ്പാ പുതുക്കലുകൾ പലിശ തിരിച്ചടച്ചതിന് ശേഷമേ നീട്ടാൻ കഴിയൂ എന്നതാണ് ഇപ്പോൾ ഉൾപ്പെടുത്തിയിരിക്കുന്ന ഒരു പ്രധാന നിർദ്ദേശം. സഹകരണ ബാങ്കുകൾ വഴി അനുവദിക്കുന്ന തുക കുറയും. വായ്പാ കാലാവധി 12 മാസമായേക്കാം. സഹകരണ ഗ്രാമീണ ബാങ്കുകൾ വഴിയുള്ള ഗോൾഡ് ലോണുകളിലൂടെ അനുവദിക്കുന്ന തുക 5 ലക്ഷം രൂപയായി പരിമിതപ്പെടുത്തും. 22 ക്യാരറ്റ് പരിശുദ്ധിയുടെ അടിസ്ഥാനത്തിലായിരിക്കും സ്വർണത്തിന്റെ മൂല്യനിർണ്ണയം വരിക. കല്ലുകൾ, സ്വർണമല്ലാത്ത സ്വർണ്ണാഭരണങ്ങളിലെ ഘടകങ്ങൾ എന്നിവയുടെ മൂല്യം കിഴിച്ചതിന് ശേഷം മാത്രമേ ഗോൾഡ് ലോൺ വിതരണം ചെയ്യാവൂ എന്ന നിർദ്ദേശവും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. പണയം വെച്ച സ്വർണത്തിന്റെ പരിശുദ്ധി, ഭാരം, മൂല്യം എന്നിവ വ്യക്തമാക്കുന്ന ഒരു സർട്ടിഫിക്കറ്റ് ലോൺ എടുക്കുന്നവർക്ക് നൽകണം എന്ന നിർദ്ദേശം ധനകാര്യ സ്ഥാപനങ്ങൾക്ക് നൽകിയിട്ടുണ്ട്. ഈടായ സ്വർണം സൂക്ഷിക്കുന്നതിനുമുണ്ട് ചില നിയന്ത്രണങ്ങൾ. ഈടായി നൽകുന്ന സ്വർണം ധനകാര്യ സ്ഥാപനങ്ങൾ സ്വന്തം സ്ഥാപനങ്ങൾ തന്നെ സൂക്ഷിക്കണമെന്നതാണ് മറ്റൊരു നിർദ്ദേശം. മറ്റ് ശാഖകളിലേക്ക് മാറ്റുന്നതിന് പോലും നിയന്ത്രണങ്ങൾ കൊണ്ടുവരും. തിരിച്ചടവ് മുടങ്ങുന്ന സ്വർണം ലേലം ചെയ്യുന്നതിന് മുൻപ് 1 മാസത്തെ അറിയിപ്പ് ഉപഭോക്താക്കൾക്ക് നൽകണം എന്ന നിർദ്ദേശവും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ലേല വിവരങ്ങൾ 2 പത്രങ്ങളിൽ പരസ്യപ്പെടുത്തിയിരിക്കണം. നിലവിലെ വിപണി മൂല്യത്തിന്റെ 90% താഴെ കരുതൽ വില നിശ്ചയിക്കാൻ പാടില്ല എന്ന നിർദ്ദേശമുണ്ട്. ലേലത്തിൽ നിന്നുള്ള അധിക തുക 7 പ്രവൃത്തി ദിവസങ്ങൾക്കുള്ളിൽ തന്നെ ലോൺ എടുത്തിരിക്കുന്നയാൾക്ക് തിരികെ നൽകണം. വായ്പാ തിരിച്ചടവിന് ശേഷം സ്വർണം തിരികെ നൽകുന്നതിൽ കാലതാമസമുണ്ടായാൽ സ്ഥാപനങ്ങൾ ഒരു ദിവസം 5000 രൂപ നിരക്കിൽ കടം വാങ്ങുന്നയാൾക്ക് നഷ്ടപരിഹാരം നൽകിയിരിക്കണം. പുതിയ വ്യവസ്ഥകളെക്കുറിച്ച് RBI ഗവർണർ പറയുന്നത് ഇങ്ങനെ: അതേസമയം ഈ കരട് നിർദ്ദേശങ്ങളൊന്നും അന്തിമമായിട്ടില്ല. പുതിയ വ്യവസ്ഥകളെക്കുറിച്ച് RBI ഗവർണർ പറയുന്നത് ഈ മാനദണ്ഡങ്ങൾ കൂടുതൽ കർശനമാക്കുമെന്ന് പറഞ്ഞിട്ടില്ലെന്നാണ്.
കർശനമായ നിയമങ്ങളല്ല, മറിച്ച് യുക്തിസഹമായ നിയമങ്ങളാണ് പ്രാബല്യത്തിൽ കൊണ്ടുവരിക എന്നാണ് RBI ഗവർണർ നൽകുന്ന നിർദ്ദേശം. ഗോൾഡ് ലോൺ വ്യവസ്ഥകളിൽ RBI മാറ്റം കൊണ്ടുവരുന്നു എന്ന സൂചനകളെ തുടർന്ന് പ്രധാന സ്വർണ്ണപ്പണയ വായ്പാ സ്ഥാപനങ്ങളുടെ ഓഹരികൾ ബുധനാഴ്ച ഇടിഞ്ഞിരുന്നു.